ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞ ഒരു വീഡിയോ ആട്ടോ. ഒരു ദിവസത്തെ എൻ്റെ കുറച്ച് കൃഷിപ്പണികളും ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ കൂടെ ചിപ്പി വീട്ടിൽ നിന്ന് പോയൊരു ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി ആട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കായൊരു ദിവസത്തെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണേ. ചിപ്പിയും പിള്ളേരും ശനിയും ഞായറും സ്കൂളിന് അവധി ആയതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ. അപ്പോൾ അവളുടെ വീട് ചാലക്കുടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ ശനിയും ഞായറൊക്കെ ഇങ്ങനെ സ്കൂളിന് അവധി വരുന്ന സമയത്ത് അവൾ സാധാരണ വീട്ടിൽ പോവാറുണ്ട്. അപ്പോൾ വീട് അടുത്തായതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ശനിയും ഞായറൊന്നും പോയി വരാൻ പറ്റാറില്ല. ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോഴാണ് വീട്ടിൽ പോവുക. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ദിവസമൊക്കെ നിൽക്കും കേട്ടോ. വീട് ദൂരത്തായതുകൊണ്ടുള്ളൊരു ഗുണം അതാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കൂടുതൽ ദിവസമൊക്കെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാറുണ്ട്. അപ്പം ചിപ്പിക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്തായത് കാരണം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാം. പക്ഷെ അധികം ഒക്കെ അവളിങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അവൾ എന്തായാലും വീട്ടിൽ പോയിരിക്കുകയാണ്. അവൾ ഇനി ഞായറാഴ്ച വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ ഇതൊരു ശനിയാഴ്ച ദിവസത്തെ എൻ്റെ കുറച്ച് വീഡിയോസ് ആട്ടോ. അപ്പം രാവിലെ തന്നെ മുറ്റടിച്ചു വരലും നനയൊക്കെ കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിലുള്ള നമ്മുടെ വെണ്ടയിൽ കുറച്ച് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്രായമായിട്ടുള്ള വെണ്ടത്തൈകളാട്ടോ. അപ്പോൾ ഇതിലൊക്കെ നേരത്തെ തന്നെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇങ്ങനെ കായകൾ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വന്നിരിക്കുന്ന മൊട്ടുകളൊക്കെ ഞാൻ പൊട്ടിച്ച് കളയുക ചെയ്ത്. കാരണം ഇനി വരുന്ന കായകളൊക്കെ നല്ല വലുതാവാനും നിറയെ കായകൾ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഞാൻ മൊട്ടുകൾ പറിച്ച് കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ വെണ്ടയിലും മൊട്ടുകളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ് നേരെ താഴെ വന്ന അടുത്ത പണി എന്ന് പറയുന്നത്, നമ്മളൊരു ചകിരിച്ചോറിൻ്റെ ഒരു കട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ പൊതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചകിരിച്ചോറ് നന്നായിട്ട് കഴുകിയെടുത്ത് അതിന് ഉണക്കാനിടാൻ പോവാട്ടോ ഞാൻ. ചകിരിച്ചോറിൻ്റെ കട്ട മേടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളത്തിലിട്ട് പൊതിർത്തി ചകിരിച്ചോറ് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അത്തരത്തിൽ പിന്നെ തലേന്ന് ഞാൻ പൊതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അതെടുത്ത് ഉണക്കാനിടുന്നത്. അപ്പം ഈ ഒരു പാത്രം കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ മല്ലിയും അതുപോലെ മുളകൊക്കെ ഉണ്ടല്ലോ, ഉണക്കമുളകൊക്കെ, അതൊക്കെ കഴുകി പിന്നെ വെള്ളം വാലാൻ വേണ്ടി വെക്കുന്ന പാത്രം കേട്ടോ. അപ്പം അമ്മ കാണാണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് അടിച്ച് മാറ്റി എടുത്തുകൊണ്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഈ പാത്രം കഴുകി തിരിച്ച് കൊണ്ടുവയ്ക്കുകയും വേണേ. അപ്പോൾ ഇത് നല്ല ഓട്ടയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ചകിരിച്ചോറിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല എളുപ്പമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ നല്ലപോലെ വെള്ളമൊക്കെ വാർന്നെടുത്ത് പിന്നെ ഷീറ്റിൽ ചകിരിച്ചോറ് ഉണക്കാനിടുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലപോലെ ഈ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തല പൊള്ളുന്ന വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പണി തീർത്ത് പോകാനും കൂടെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലെന്തെങ്കിലും പണികൾ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഉണ്ടായിരുന്ന ചകിരിച്ചോറ് മൊത്തം വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഷീറ്റിൽ ഉണക്കാനിട്ടു കേട്ടോ. ഈ ചകിരിച്ചോറ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടോ ഉപയോഗിക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ അടുക്കള മാലിന്യം എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കി മാറ്റേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത തവണ ചകിരിച്ചോറ് വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ റിസൾട്ട് ആവുന്ന സമയത്ത് ഞാനതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചകിരിക്കട്ട പുതിർത്തിരുന്ന ചകിരിച്ചോറെല്ലാം തന്നെ നല്ലപോലെ വെയിലത്ത് വിരിച്ചിട്ടതിന് ശേഷം നേരെ അലക്കാനാട്ടോ പോയത്. അപ്പോൾ അലക്കലൊക്കെ രാവിലെ തന്നെ ഞാൻ കഴിക്കുക. കാരണം ഒരു 11-12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലക്ക് കല്ലിൻ്റെ അടുത്തേക്കേ വരാൻ പറ്റില്ല, നല്ല പോലെ വെയിലായിരിക്കും. അപ്പോൾ വെയിലത്തിരുന്ന് അലക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെയിലൊക്കെ വരുന്നതിന് മുന്നേ രാവിലെ തന്നെ അലക്കാൻ നോക്കും. പിന്നെ ചിപ്പിയും പിള്ളേരൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അലക്കാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ പിള്ളേർ കുറേ ഉണ്ടാവുമ്പോഴാണ് വീട്ടിൽ അലക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുക. പിള്ളേരുടെ ഡ്രസ്സുകൾ, കുഞ്ഞു ഡ്രസ്സുകൾ അലക്കാനാണ് കൂടുതൽ സമയം പോവാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വീട്ടിൽ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ അലക്കലൊക്കെ വേഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടിച്ച് വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് അകത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ തുടയ്ക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഓരോ പണികൾ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് എനിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വളരെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അടിച്ചുവാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് പോയിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീട്ടിൽ പിന്നെ വെച്ചുണ്ടാക്കുന്നതൊക്കെ ആരാന്ന്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അടുക്കളയുള്ള ധൈര്യത്തിലാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ആയിട്ട് നടന്നത്.
അങ്ങനെ ഒരു ഉച്ച വരെ വീട്ടിലെ പണികളൊക്കെ ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങി നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയമായപ്പോൾ മുതൽ എനിക്ക് ശരിക്കും ചിപ്പിനും പിള്ളേരൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ചുറ്റിലും ആൾക്കാർ വേണം, എന്നോട് എപ്പോഴും ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വെറുതെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാട് കയറി ചിന്തിക്കുന്ന ഒരാളാട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കൃഷിപ്പണികളൊക്കെ ആയിട്ട് വീണ്ടും ഒരു 3:30 കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. പിന്നെ കൃഷിക്കും ചെടിത്തോട്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആയാലും ഞാൻ അറിയാറില്ല. ചിപ്പിങ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങ് സമയം പോകും കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ കൃഷിപ്പണികളൊക്കെ ആയിട്ട് ഇറങ്ങി. നമുക്ക് കുറച്ച് മണ്ണൊരുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സാധാരണ ചെടികളൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോൾ മണ്ണ് അന്വേഷിക്കാൻ പോകുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ തന്നെ ചാണകപ്പൊടിയും മണ്ണൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ചാക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലൊക്കെ ആയിട്ട് വെക്കും. എന്നിട്ട് ചെടി കിട്ടുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണല്ലോ മണ്ണിലേക്ക് വെക്കാനായിട്ട്. ആ ഒരു എളുപ്പത്തിനായിട്ട് ഞാൻ എപ്പോഴും മണ്ണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരാളാട്ടോ. അപ്പോൾ തീരുമ്പം ഇത് ഒരുക്കി വെക്കൽ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പണിയാണേ. മണ്ണൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നൊരു പണി, ഞാൻ കുറച്ച് 2 വെള്ളരിയുടെ തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നഴ്സറി പോകുന്നൊരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ച കൂട്ടത്തിൽ 2 വെള്ളരി തൈകൾ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ വെള്ളരി തൈകൾ ഞാൻ ഈ ദിവസമാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്ത്. മണ്ണിലൊന്നും നേരിട്ട് നിലത്തൊന്നും വെച്ച് കൊടുക്കാൻ നമുക്കിവിടെ നിർവാഹമില്ല, ഭയങ്കരമായിട്ട് പെരിച്ചായിൻ്റെ ശല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഗ്രോ ബാഗിൽ അത് വെക്കാനായിട്ട് കരിയില നിറച്ചതിന് ശേഷം അതിലേക്ക് മണ്ണിട്ട് വെള്ളരിയുടെ തൈകൾ ഞാൻ വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. ഞാൻ ഈ വാങ്ങിയ വെള്ളരിയുടെ വെറൈറ്റിയുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വെള്ളരി വെച്ച് ഒരു 2-3 ഇല വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്നു, പേരറിയില്ല. പക്ഷെ നല്ല ഒന്നാന്തരം പിന്നെ വെള്ളരിയുടെ തൈകളായിരുന്നു അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വെള്ളരിയുടെ തൈകളൊക്കെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയ സമയത്ത് അച്ഛൻ എനിക്ക് VFPCKന്ന് വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന വിത്തുകളായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ പാകാൻ പോകുന്നത് കക്കിരിയുടെ വിത്തുകളാട്ടോ. അപ്പോൾ നല്ല ഇനം കക്കിരിയുടെ വിത്തുകളാണെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം കക്കിരിയുടെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്നായിട്ട് കായ്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീണ്ടും വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇനിയും ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ വള്ളികൾ പടർത്താൻ പോകുന്നത്. അപ്പോൾ കക്കിരി വിത്ത് അല്ലാണ്ട് അച്ഛൻ വേറെയും കുറേ വിത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. പയറ്, മത്തൻ, അതുപോലെ കുമ്പളം തന്നെ നെയ്ക്കുമ്പളം അതുപോലെ വൈദ്യകുമ്പളം എന്നൊക്കെ പറയുന്നൊരു കുമ്പളുണ്ട്, അതിൻ്റെ വിത്തും അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വിത്ത് കുറച്ച് മാസങ്ങളായിട്ടുള്ള വിത്തായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ തരുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മുളയ്ക്കാൻ സാധ്യതയല്ല, എന്തായാലും പാകി നോക്ക് മുളച്ചാലോ എന്ന് പറഞ്ഞിട്ട് തന്നതായിരുന്നു. അപ്പം ഞാൻ പാകി ഇതുവരെ എനിക്ക് മുളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള വിത്തുകളെല്ലാം തന്നെ എനിക്ക് നല്ല പോലെ വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു, മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിത്ത് പാകലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നനയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നെ. ടെറസിൻ്റെ മുകളിലും നമ്മുടെ പറമ്പിലും മുറ്റത്തെയൊക്കെ ചെടികളും പച്ചക്കറികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛൻ യാമിക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവളുള്ള എല്ലാ തരത്തിലുള്ള വാശിയും എൻ്റെ അടുത്ത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. നമ്മുടെ വീഡിയോസ് ാണെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.